ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് രാവിലെ പതിവില്ലാതെ തന്നെ കുഞ്ചു കുളിച്ച് റെഡി ആവുന്നുണ്ട്. എങ്ങോട്ടാ? ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണേ കുഞ്ചു. അങ്ങനെ രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ണൊക്കെ ഇട്ട് നമ്മള് ഷെംജിയണ്ണന്റെ ബ്ലാക്ക് സ്വിഫ്റ്റിലേക്ക് നമ്മുടെ ദേവി ഡ്രൈവിംഗ് സ്കൂളിലേക്ക് എത്തിയായിരുന്നു. നമുക്കിന്ന് 8 മണിക്കായിരുന്നു ക്ലാസ്. സാധാരണ 8:30 ക്ലാസ്. ഇന്ന് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു 8 മണിക്കാണ് ക്ലാസ്, നേരത്തെ വരണേന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ചു എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ചു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം നമ്മളെ വണ്ടിക്കൊന്ന് എണ്ണ അടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ശിവൻകോവിലുള്ള പമ്പിൽ കയറി 500 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കലങ്കിൽ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ കുഞ്ചു യൂട്ടേണൊക്കെ അടിച്ചതാ പോകുന്നത് കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ കലങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്ത സമയത്ത് തന്നെ ഉമ്മ കട തുറക്കാൻ വേണ്ടി വരുന്നത് കണ്ടായിരുന്നു. ഉമ്മാക്ക് ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉമ്മ ഇന്ന് നേരത്തെ കട തുറക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കയറി നമ്മുടെ RC ബൈക്ക് ഒന്ന് ഓട്ടിച്ച് നോക്കാന്ന് വിചാരിച്ച്. നമ്മുടെ RC ബൈക്ക് എല്ലാ പണിയും കഴിഞ്ഞ് ഇന്നലെ രാത്രി നമ്മളെ കടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി വിളിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് കലങ്ങിലോട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഓട്ടിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ചേനമ്പറ വരെ ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടിച്ച് നോക്കിയപ്പോൾ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, വണ്ടി നല്ല പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുഞ്ചുവിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ കുഞ്ചു വണ്ടിയിലിരുന്നുകൊണ്ട് എനിക്ക് സെൽഫി വീഡിയോസൊക്കെ അയച്ചു തരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ചുവിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുഞ്ചുവിനെ വിളിക്കാൻ പോയിട്ട് തിരിച്ച് നമ്മൾ കലങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഏഷ്യാനെറ്റ് മൂവീസിൽ അടികപ്പേര് കൂട്ടമണി എന്ന സിനിമ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമയും കണ്ട് നമ്മൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് അപ്പവും മുട്ടക്കറിയും ആയിരുന്നു. എനിക്ക് നല്ല ചൂടുള്ള അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെ മുട്ട റോസ്റ്റും ചൂടുള്ളത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉമ്മാക്ക് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ മുസാഫരിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോഡിങ്ങിന്റെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ചു എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ ഷെംജിയണ്ണ ഒരു മുന്തിരി ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്തിരി ജ്യൂസ് കുടിച്ചു, കൂടെ ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ ആർക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയത് നമ്മളെ പുതിയ വീട്ടിന്റെ മുകളിലത്തെ നിലയിലെ ബാത്റൂമിലേക്ക് വെക്കാൻ വേണ്ടി ബക്കറ്റും കപ്പും വാങ്ങിക്കാനാണ്. ഇപ്പോൾ ഇങ്ങനെ ആർക്കേന്ന് ആവശ്യമായ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം മുകളിലേക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഷീജാസിലേക്ക് പോയി മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തറയിലിടുന്ന. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ ആദിൽ ഹംദായും കൂടി ഷിബു അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ നബുവും നവസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടാണ് വന്നത്. ഞാൻ വിളിച്ചത് വേറെ ഒന്നിനുമല്ല, ഇന്ന് രാവിലെ ഞാൻ വണ്ടി എടുത്ത സമയത്ത് വണ്ടി കുറച്ച് വാഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നബു നവസും ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവസും നബുവും കൂടെ വന്ന് നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് പോയി നമ്മളെ ചേനമ്പാറയുള്ള സർവീസ് സ്റ്റേഷനിലാണ് നമ്മളെ വണ്ടി അവർ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് അവർ നല്ല രീതിക്ക് ഫോമൊക്കെ അടിച്ച് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം ഫോമാണ് അവർ ഉപയോഗിക്കുന്നതെന്ന്. നല്ല രീതിക്ക് ഫോം അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ചെയിൻ ലൂബൊക്കെ അടിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി തട്ടുദോശ കഴിക്കാൻ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്ബടിക്ക് മറക്കല്ലേ.